ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമുക്ക് അടുത്ത് ഞാനൊരു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു നൈറ്റി തയ്ച്ചു. അതിൻ്റെ പുറകെ ഇപ്പോൾ വേറെ നെക്കിനകത്ത് എങ്ങനെയാണ് വേറൊരു പീസ് നമുക്ക് അടിച്ചു മറക്കേണ്ടതെന്ന് നോക്കാം. അതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്ക് തയ്ക്കാം. വേണ്ട, നമ്മൾ ഇത് ഇങ്ങനെ നൈറ്റി നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഈ നൈറ്റി വെട്ടി വെച്ചതിൽ നമ്മൾ ഈ കഴുത്തേൽ നമ്മൾ ഒരു പീസ് തുണി ഇങ്ങനെ വെച്ച് ഈ നല്ല പുറത്തോട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വയ്ക്കുന്ന ഒരു പീസ് തുണി. കണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് കാണില്ല, അതുകൊണ്ട് ഞാൻ വെള്ള ചോക്ക് ഈ ലൈനിൽ കൂടെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഞങ്ങൾ വരച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ തുണി രണ്ടായിട്ട് മുറിഞ്ഞ തുണിയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ട, ഇങ്ങനെ ഒരു 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ പീസിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുക എന്ന് നോക്കാം. അതായത് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ, ആ വരച്ചിട്ടതിനകത്ത് ഈ പീസിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മടക്കി വയ്ക്കണം. ഉള്ളിലേക്ക് എന്തോരം മടക്കി വയ്ക്കുന്നോ അതിങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ ഒപ്പം ഇങ്ങനെ വെച്ച് ഷോൾഡറിൻ്റെ അവിടെ ഒപ്പം വെച്ചിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇത് ഇപ്പുറത്ത് വരും. അതേ കൂടെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയായിരിക്കുന്നത്. അപ്പോൾ അതിലെ ഇങ്ങനെ കണ്ടോ, ഇവിടെ വര വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു വര വന്നിട്ടുണ്ട്. ആ വരയിൽ കൂടെ നമ്മളിത് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മളത് വെട്ടിയെടുക്കണം. പിന്നെ ഇതിന് കഴുത്തേൽ തയ്ക്കാം. ഇതാദ്യം നമുക്ക് തയ്ച്ച് മറയ്ക്കാം ഇങ്ങോട്ട്. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മളിവിടെ ഒരു പീസ് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഒരു ഷോ ബട്ടൺ കണ്ടോ, ഒരു ഷോ ബട്ടൺ നമ്മൾ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ ജോയിൻ്റ് വന്നോടത്ത് ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 പീസും കൂടെ ഒന്ന് മടക്കി തയ്ക്കാൻ പറഞ്ഞില്ലേ, അതാദ്യം മടക്കി തയ്ക്കാം. ആദ്യം മടക്കി തയ്ക്കാമോ? നമുക്ക് മടക്കി തയ്ച്ചിട്ട് അടയാളപ്പെടുത്താം. പിന്നെ ചീത്ത പുറത്ത് ആദ്യം മടക്കി തയ്ക്കാം. വേറെ നൂലിട്ടാൽ അത് അഴിച്ച് കളയേണ്ടതാണ് നമുക്ക് കേട്ടോ. ഇച്ചിരി നീണ്ട കാണിയിലിട്ട് തയ്ക്കുക. ഇതിൻ്റെ നല്ല പുറം ഇതിൻ്റെ ചീത്ത പുറത്തോട്ടിട്ട് കറക്റ്റ് പോയിൻറ്റിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ എന്നിട്ട് കട്ട് ചെയ്ത് മറിച്ചിടാം. നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം എന്നറിയാമോ? അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ കഴുത്ത് ഇതേൽ വെച്ച് വെട്ടണം. ഇതിൻ്റെ നല്ല പുറം കൂടെ ഇങ്ങനെ വെച്ചിട്ട് എന്താ, അപ്പോൾ ഇച്ചിരിയും കൂടി നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ചിലർക്ക് മറ്റോണം വയ്ക്കുന്നതാണ് എളുപ്പം, ചിലർക്ക് ഇങ്ങനെ വയ്ക്കുന്നതാണ് എളുപ്പം. അപ്പോൾ എളുപ്പമുള്ള പോലെ നിങ്ങൾ വയ്ക്കുക. ഞാൻ രണ്ടും കൂടി വയ്ക്കണ രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്താ, ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിങ്ങനെ വെച്ച് മറയ്ക്കുമ്പം നല്ല സൈഡ് കിട്ടണം. അതായത് ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതും ഇങ്ങനെ തന്നെ വെച്ചോണം.
ഉണ്ടോ? കുത്തി നിർത്തി ഇതിൻ്റെ ചുവട്ടിൽ ഇത് വെച്ച് പോവുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മറച്ചിടുക. നേരത്തെ വെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ വെട്ടിട്ട് കൊടുക്കുക. അവിടെ അതുപോലെ ഇപ്പുറത്തും എന്താ ഇവിടെയായിട്ട് ഈ സ്ക്വയർ പോലെ നമ്മൾ തയ്ച്ചില്ല, അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തിരിച്ച് വയ്ക്കുക. കറക്റ്റാണോ എന്ന് നോക്കണം നമ്മൾ. ഇത് കറക്റ്റ്. എന്നിട്ട് ഇതിനെ നമ്മൾ പുറംകാണിയൊക്കെ കൊടുത്തിടുക. ഇവിടെ നൂല് മാറ്റണം. കണ്ടോ? നമുക്ക് ഈ നൂല് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അഴിച്ച് പിന്നെ നൂലൊക്കെ മാറ്റാൻ വരേണ്ട. നൂല് കോർത്തിട്ട് നമ്മൾ ഇത് പുറംകാണി കൊടുക്കാതെ ഇതുണ്ടോ? ഇവിടെ രണ്ടായിട്ട് കീറി കിടക്കുകയാണ്. ഇത് ഉണ്ടോ? അത് നമ്മളിനി തയ്ച്ച് ശരിയാക്കും. അവിടെ നമുക്കൊരു ഡിസൈൻ വെച്ച് കൊടുക്കാം. അതെങ്ങനെ ഒരു അപ്പം നമ്മൾ ഇതടിച്ചു. ഇനി നമുക്ക് ഈ ഇതിന് ഒരു ഡിസൈൻ കൊടുക്കണം. ഇതിങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഈ ചോക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ അതേ ഡിസൈൻ നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും വേണ്ട, ഒരു ഈ വീതി മതി. കൈ അടിക്കണ്ടേ? ഈ വീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഇതേ ഈ മൂല നോക്കിയിട്ട് ഇത് കണ്ടോ? ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിലെടുത്ത് വരച്ച് കാണിച്ചു തരാം. അതെ, തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ അങ്ങ് വരയ്ക്കുക. ആദ്യം ഇവിടെ ഇതിൻ്റെ എവിടെയാണോ ഈ മൂല വന്ന് ചേരണത് അവിടെ നിന്ന് തൊട്ട് വേണം ഇങ്ങോട്ടേക്ക് വീതി എടുക്കാൻ. ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു. എന്നിട്ട് എവിടെയാണോ ഈ മൂലയിൽ ജോയിൻ്റ് വരണത് അവിടേക്ക് നമ്മൾ ഈ വര വരച്ചു. അല്ലെങ്കിൽ നേരത്തെ 2 പീസും കൂടി വെട്ടിയാലും മതി. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് ഇത് വെട്ടിയെടുക്കുക. അതുപോലെ ഇതിൻ്റെ വെട്ടി വരും. എന്നിട്ട് ഇതിൻ്റെ 2 വീതി കറക്റ്റാണോ എന്ന് നോക്കണം.
ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ വീതിയും കറക്റ്റാണോ എന്ന് നോക്കണം. അങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ ഇതിനെ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് നമ്മൾ ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു ഷോ ബട്ടൺ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ കൂടെ പാക്കറ്റിൽ കിട്ടുന്ന സ്പോഞ്ചായത്. ഈ സ്പോഞ്ച് കുറച്ച് ഇത് സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ സ്പോഞ്ച് കുറച്ചെടുത്ത് ഉരുട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ തുണിയുടെ ഉള്ളിലേക്ക് ഉരുട്ടിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ തെർമോകോൾ ഇങ്ങനെ ഒരു ഉരുണ്ടത് കിട്ടും, അത് വാങ്ങിച്ചു. അപ്പോൾ അതൊന്നും വാങ്ങാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഈ നൂലെടുത്ത് ഇതിൻ്റെ അതേ കളറുള്ള നൂലെടുത്ത് ഒരു 3-4 പ്രാവശ്യം ഇതിലിങ്ങനെ ചുറ്റിക്കെട്ടണം. കണ്ടോ, ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ അങ്ങ് കെട്ടിടുക. നമ്മൾ മുല്ലപ്പൂവിനൊക്കെ കെട്ടില്ലേ, അതുപോലെ കെട്ടിട്ട് വലിക്കുക. അപ്പോൾ ഇത് ഒരിക്കലും പോവുകയില്ല, വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു 2-3 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഈ സെൻറ്ററിലേക്ക് വെച്ച് അങ്ങ് അടിക്കാം. നമുക്കുള്ള തുണിയും കൊണ്ടൊക്കെയാണ് നമുക്ക് തയ്ച്ച് നമ്മൾ ശീലിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇതേ അളവിൽ മടക്കി വെച്ച് വേണം കേട്ടോ വരാൻ. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് തയ്ക്കേണ്ടതാണ്. അതാദ്യം തയ്ച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തയ്ക്കാം. കണ്ടോ, അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഒരെണ്ണം കൂടെ വെച്ചു. ഒത്തിരി അടുപ്പിച്ച് നൈറ്റി അല്ലേ, ഒത്തിരി അടുപ്പിച്ചൊന്നും വയ്ക്കണ്ട. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ വൺ സൈഡ് ഉള്ള ഇത് വയ്ക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ്, നല്ല സെറ്റപ്പായിട്ട്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ അടിക്കുക. ഒരെണ്ണം കൂടെ വെച്ചാൽ മതി. ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി കൂടുതൽ ഭംഗി കൂട്ടാനും അപ്പം നമുക്ക് കൂടുതൽ തയ്യൽ കൂലിയൊക്കെ വാങ്ങാൻ പറ്റും. ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രം, ക്ഷമയോടെ അതൊക്കെ ചെയ്യാം. ഈ പ്രഷർ ഫുഡ് ഉണ്ടല്ലേ, വൺ സൈഡ് ഉള്ളത് വെച്ച് വേണം അത് തയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളത് മാറാനൊക്കെ നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാനിപ്പോൾ മാറുന്നില്ല. ആണ് അതങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ തയ്ച്ച് കൊടുക്കുക. എൻ്റെ മുകളിൽ കൂടെ ഒരടിയും കൂടി അടിച്ചു, ഇപ്പുറത്ത് കൂടെ വിട്ട് പോകാതെ. ഇനി ബാക്കിയുള്ള ആ സൈഡിൽ
അടിച്ച് വരും. ഇവർക്ക് ബട്ടൺസ് മറ്റേ ഫ്രണ്ടിൽ ഓപ്പണൊന്നും വേണ്ട. അപ്പം അതനുസരിച്ച് അപ്പോൾ നമുക്കിപ്പോൾ ഓപ്പണും വരില്ല, എന്നാൽ ഒരു ഓപ്പൺ വന്ന പോലെയായി, ഒരു ഡിസൈനൊക്കെ ആയി ഇച്ചിരി ഭംഗിയായിട്ട് ഇരുന്നോളൂ. നമ്മൾ ഒരു സൈഡ് അടിച്ചത് ഇപ്പുറത്തെ സൈഡും അതുപോലെ അടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. ഈ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബിൽ നോക്കിയിട്ട് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും.